ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളെ കണ്ണൂർക്കാരുടെ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പോള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയിലേക്ക് 16 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 12 ടേബിൾ സ്പൂണ് മൈദയും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലാണോ ബീറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് എഗ്ഗൊക്കെ പൊട്ടിച്ചിടുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ഇടുക. ഒരു മുട്ടക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 3 ടേബിൾ സ്പൂണ് മൈദയാണ് കേട്ടോ കണക്ക്. അപ്പോൾ നമുക്ക് 5 മുട്ട ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാരയും മൈദയും കൂട്ടി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 4 മുട്ടക്ക് ഞാനിവിടെ 16 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 12 ടേബിൾ സ്പൂണ് മൈദയാണ് എടുത്തത്. പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ, യെല്ലോയും റെഡും ഗ്രീനും ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഓരോ കളറിനും ഓരോ ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊന്നും പോലെ അങ്ങനെ ടൈറ്റായിട്ട് ബീറ്റ് ചെയ്യണ്ട. ഈ ഒരു പരുവത്തിൽ ബീറ്റ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് കാണിക്കുന്ന പോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മൈദ പകുതി ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ സ്പീഡ് 1-ലിട്ടിട്ട് ഈ മൈദ എല്ലായിടത്തും എത്തുന്നവരെ ജസ്റ്റ് ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ടാമത് ബാക്കി വന്ന മൈദയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്പീഡ് കൂട്ടുക ചേർത്ത് 1-ലിട്ടിട്ടോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്ന പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ മുന്തിരി ഇല്ല, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഗീയിലോട്ട് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ വെച്ച അടുപ്പിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ 20 മിനിറ്റാണ് വേണ്ട. നമ്മളൊരു 10-12 മിനിറ്റായാലും ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഈ പോള നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൽ മുമ്പ് വെക്കരുത്. അപ്പോൾ പോള പൊങ്ങുന്ന സമയത്ത്, ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് ആ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് പോള നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മളെ കണ്ണൂരുകളിൽ എന്താ പറയുക, 90കളിൽ ഒരു പോളാന്ന് തന്നെ ഈ പോളൊക്കെ പറയാട്ടോ. എല്ലാ സൽക്കാരങ്ങളിലും എന്ത് കടികൾ ഇപ്പോൾ എന്താ പറയുക പുതുതായിട്ട് വന്നണമെങ്കിലും ഈ ഒരു പോള എല്ലാ സൽക്കാരങ്ങളിലും ഉണ്ടാവും കേട്ടോ. എത്ര വലുതായിക്കോട്ടെ പാർട്ടി ചെറുതായിക്കോട്ടെ എല്ലായിടത്തും എല്ലാ പരിപാടിക്കും ഈ ഒരു പോള ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പാർട്ടിക്കൊക്കെ എന്തായാലും ഈ ഒരു പോള ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആ ടൈം നമ്മൾ പോളയൊക്കെ നല്ല സെറ്റായിട്ട് പാനിൽ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടാവും. അപ്പോൾ പോള ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.